പരിപാടികൾ ആരംഭിക്കുകയാണ്. എല്ലാവരും കസേരകളിൽ വന്നിരിക്കണം. എല്ലാവരും കസേരകളിൽ വന്നിരുന്ന് സഹകരിക്കണം. ആദ്യമായി സ്വാഗതം ആശംസിക്കാനായി ജനസംസ്കൃതി വനിതാ വിംഗ് കൺവീനർ ശ്രീമതി അഞ്ജു സൂസൻ ബിബിനെ ക്ഷണിക്കുന്നു. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ന് നാം എല്ലാവരും അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കാൻ ഇവിടെയുണ്ട്. ഓരോ സ്ത്രീയും ഒരു വ്യക്തി മാത്രമല്ല, മറിച്ച് അനേകർക്ക് പ്രചോദനം നൽകുന്ന ഊർജ്ജ സ്രോതസ്സാണ്. നിങ്ങളുടെ ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും ഓരോ ചുവടുവെപ്പിലും പ്രകടമാക്കണം. നിങ്ങളുടെ കരുത്ത് ഇനിയും പലരെയും പ്രകാശിപ്പിക്കട്ടെ. ഈ സുദിനത്തിൽ എല്ലാ സുന്ദരികളായ സ്ത്രീകൾക്കും വനിതാ ദിന ആശംസകൾ. I would like to wrap up with a powerful quote. If you educate a man, you educate an individual. But if you educate a woman, you educate a nation. ജനസംസ്കൃതി മെഹ്റോളി ബ്രാഞ്ചിന്റെ ഭാഗമായി നിൽക്കുന്ന നമ്മുടെ മഹിളാവിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നു. ജനസംസ്കൃതിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വനിതാ പ്രവർത്തകരുടെ പ്രാതിനിധ്യം എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ വനിതാ ദിനാഘോഷത്തിലേക്ക് ഏവരെയും സ്നേഹസമേതം സ്വാഗതം ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ആദ്യമായി പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേദിയിൽ സാന്നിധ്യം അറിയിക്കുന്ന മിസസ് ഷീവാനു, ഈ ബ്രാഞ്ചിന്റെ വൈസ് ചെയർപേഴ്സൺ കൂടിയാണ് മിസസ് ഷീവ. ഏത് കാര്യത്തിനെയും ധൈര്യത്തോടും ശുഭാപ്തി വിശ്വാസത്തോടെയും കാണുന്ന വ്യക്തിയാണ് മിസസ് ഷീവ. പദവി പോകാമായിരുന്ന പല സന്ദർഭങ്ങളിലും ധൈര്യം പകർന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന മിസസ് ഷീവ അനൂപിനെ ആദ്യമായി വനിതാ വിംഗിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ മഹത്തായ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ജനസംസ്കൃതിയുടെ കരുത്തയായ സാരഥി സെൻട്രൽ ജോയിന്റ് സെക്രട്ടറി കൂടിയായ ശ്രീമതി സുജാത ബീവിയാണ്. സുജാത ചേച്ചിയെ വനിതാ വിംഗിന്റെ പേരിൽ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി സെൽഫ് ഡിഫൻസ് വർക്ക്ഷോപ്പ് എടുക്കുവാൻ വന്ന ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ ഡിഫൻസ് ടീമിനെ വനിതാ വിംഗിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. I would like to welcome സെൽഫ് ഡിഫൻസ് സ്പെഷ്യൽ ടീം ഫ്രം ഡൽഹി പോലീസ്. സൈബർ ബുള്ളിങ്ങിന്റെ ക്ലാസ് എടുക്കാൻ വന്ന നമ്മുടെ ബ്രാഞ്ചിന്റെ അംഗം ക്രൈം ബ്രാഞ്ച് ഉദ്യോഗസ്ഥനുമായ ASI രാജേഷ് ടി സാറിനെ വനിതാ വിംഗിന്റെ പേരിൽ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജനസംസ്കൃതി സെൻട്രൽ ജോയിന്റ് സെക്രട്ടറി കൂടിയായ ഡോക്ടർ ഹസീന, എപ്പോഴും മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ അല്ലാതെ മാമിനെ കാണാൻ സാധിക്കില്ല. ഞങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയ നിമിഷം മുതൽ ഞങ്ങളുടെ മെന്ററായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഹസീന മാമിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചരിത്രം മുഴുകിക്കിടക്കുന്ന മെഹ്റോളിയുടെ കരുത്തയായ കൗൺസിലർ മിസസ് രേഖ മഹേന്ദ്ര ചൗധരി വനിതാ വിംഗിന്റെ പേരിൽ മാമിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I would like to welcome our counselor മിസ്റ്റർ രേഖ മഹേന്ദ്ര ചൗധരി. അടുത്തതായി ചെറുപ്പത്തിന്റെ എല്ലാ ചുവടുകൾക്കും തന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കാഴ്ചവെക്കുന്ന ബ്രാഞ്ചിന്റെ സെക്രട്ടറി കൂടിയായ മിസ്റ്റർ അനൂർ പത്മൻ വനിതാ വിംഗിന്റെ പേരിൽ ബഹുമാനപ്പെട്ട സെക്രട്ടറിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി CC മെമ്പർ കൂടിയായ ശ്രീനിയേട്ടൻ, ജനസംസ്കൃതിയും വനിതാ വിംഗിന്റെ പേരിൽ ശ്രീനിയേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജനസംസ്കൃതി മെഹ്റോളി ബ്രാഞ്ചിന്റെ നെടുംതൂണുകളാണ് മലയാളം അധ്യാപികമാർ. നിസ്വാർത്ഥ സേവനത്തിനായി തങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെക്കുന്നവരാണ് നമ്മുടെ പ്രിയ അധ്യാപികമാർ. ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും അധ്യാപികമാരായ ശ്രീമതി അജിത വിജയ്, ശ്രീമതി സുധർമ്മ, ശ്രീമതി രംന ശ്രീനിവാസ്, ശ്രീമതി ശ്രീലക്ഷ്മി സുഭാഷ്, ശ്രീമതി അർച്ചന ഗോപി എന്നിവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ
ആവേശത്തോടെ ഇവിടെ പങ്കുചേരുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ജനസംസ്കൃതിയുടെ എല്ലാ അംഗങ്ങൾക്കും വനിതാ ദിന ആഘോഷത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ വനിതാ ദിന ആഘോഷത്തിൽ തുടക്കം കുറിച്ച വയറെറിയുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം എന്ന പദ്ധതിയുടെ 4ാം ഘട്ടം ഇന്നലെ നമ്മൾ പൂർത്തീകരിക്കുകയുണ്ടായി. ഈ പ്രവർത്തനത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. അതിന് ഈ പൊതുവേദിയിൽ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി വനിതാ ദിനാഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. അധ്യക്ഷനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ സ്നേഹ സമ്മേളനത്തിൽ പങ്കുചേരാൻ എത്തിയിരിക്കുന്ന വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ മിസസ് രേഖ മഹേന്ദ്ര ചൗധരി, മേറോളി കൗൺസിലർ, മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി, സെൻട്രൽ കമ്മിറ്റി ജോയിന്റ് കൺവീനർ സുജാത മാം, കേന്ദ്ര കമ്മിറ്റി ജനസംസ്കൃതി ജോയിന്റ് കൺവീനർ ഡോക്ടർ ഹസീന PV, കേന്ദ്ര കമ്മിറ്റി മെമ്പർ ശ്രീ ശ്രീനിവാസ്, ബ്രാഞ്ച് സെക്രട്ടറി, ബ്രാഞ്ച് പ്രതിനിധികൾ, ബ്രാഞ്ച് അംഗങ്ങൾ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കേവർക്കും ജനസംസ്കൃതിയുടെ വനിതാ ദിനാശംസകൾ. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം കടന്നുപോയിട്ട് ഇന്നേക്ക് 7 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും സ്ത്രീകളുടെ പോരാട്ടവും അവരുടെ ശബ്ദവും അവരുടെ സ്വപ്നങ്ങളും ഒരു ദിവസത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അവരുടെ സമര പോരാട്ടങ്ങളുടെ, അവകാശ സമര പോരാട്ടങ്ങളുടെ ഊർജവും വീര്യവും ഓർമ്മകളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വനിതാ ദിനം ആഘോഷിക്കുവാൻ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. 1975 ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചുവെങ്കിലും വനിതാ ദിനത്തിന് ഒരു നൂറ്റാണ്ടിലേറെ ദൈർഘ്യമുള്ള ചരിത്രമുണ്ട്. അതായത് 1857 യൂറോപ്പ് തുണി മില്ലുകളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളി സ്ത്രീകൾ അവരുടെ അവകാശ സംരക്ഷണത്തിനും മെച്ചപ്പെട്ട വേതനത്തിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കും വോട്ടവകാശത്തിനും അവരുടെ ജോലി സമയ ക്രമീകരണത്തിനും വേണ്ടി മുന്നോട്ട് വരികയും സമരം ചെയ്യുകയും ചെയ്തു. അവർ അന്ന് ആരംഭിച്ച ആ സമരം അവർ തുടക്കമിട്ടത് സ്ത്രീകളുടെ സമര പോരാട്ടങ്ങളുടെ, അതായത് അവകാശങ്ങളുടെയും സമത്വത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും ചരിത്രം കുറിക്കുക, ചരിത്രം സൃഷ്ടിക്കുക എന്ന ഒരു മഹത്തായ കാര്യം ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം, സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളിൽ സാമൂഹിക മുന്നേറ്റങ്ങളിലും സ്ത്രീ ശാക്തീകരണത്തിലും അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലും പുരോഗമന സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക് അതിനിർണായകമായ പങ്കുണ്ട്. നമ്മുടെ ജനസംസ്കൃതി ഒരു പുരോഗമന സാംസ്കാരിക സംഘടനയാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ്. ജനസംസ്കൃതിയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അതിൻ്റെ വളർച്ചയിലും നിങ്ങളേവരും എന്നും നമ്മളോടൊപ്പം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം പറയുവാൻ ആഗ്രഹിക്കുന്നു. 1980കളിൽ രൂപീകരിച്ച് കഴിഞ്ഞ 45 വർഷങ്ങളേറെയായി ഡൽഹി NCR മേഖലകളിൽ ജനസംസ്കൃതി ഒരു വലിയ സാംസ്കാരിക സംഘടനയായി പ്രവർത്തിക്കുന്നു. ബഹുസ്വരത, സൗഹാർദ്ദം, സമത്വം എന്നീ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജനസംസ്കൃതി എന്ന സംഘടന പ്രവർത്തിക്കുന്നത്. ബഹുസ്വരത എന്നാൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പല സ്വരങ്ങൾ, പല ശബ്ദങ്ങൾ. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരും വ്യത്യസ്തരാണ്. വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ, വ്യത്യസ്തമായ ആകാരങ്ങൾ, വ്യത്യസ്തമായ ആഹാര രീതികൾ, വ്യത്യസ്തമായ ചിന്താശ്രേണികൾ, അങ്ങനെ എല്ലാത്തിനും വ്യത്യസ്തരാണ് ഓരോ മനുഷ്യരും. എന്നിരുന്നാലും ആ വ്യത്യസ്തതകളെയെല്ലാം വ്യത്യാസമായി കാണാതെ
എല്ലാവർക്കും ഉള്ളൊരിടം, എല്ലാവരെയും ഉൾക്കൊള്ളുക, അംഗീകരിക്കുക. നമ്മൾ അവരെ എല്ലാവരും പല പല തട്ടിലായി ശ്രേണി തിരിച്ച് കാണാതെ അവരെ എല്ലാം നമ്മൾ ഒരേപോലെ ഉൾക്കൊള്ളുന്നതാണ് ബഹുസ്വരത എന്ന ആശയം. ആ മനോഭാവത്തോടെയാണ് ജനസംസ്കൃതി എന്ന സംഘടന ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ളത്. സമത്വം എന്ന് പറയുമ്പോൾ അതിൽ ലിംഗനീതി എന്ന വിഷയം അതിപ്രാധാന്യം അർഹിക്കുന്നു. ലിംഗനീതി എന്ന് പറയുന്നത് നമ്മൾ ഈ സെമിനാറുകളിലും ചർച്ചകളിലും പറയാനുള്ള ഒരു സംഗതിയല്ല. അത് നമ്മൾ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഓരോ ദിവസങ്ങളിലും പാലിക്കേണ്ട ഒന്നാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് അതിനെ വളർത്തുന്ന രീതിയിലും അത് പ്രായമാകുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവിടെയെല്ലാം ലിംഗനീതിക്ക് പ്രാധാന്യമുണ്ട്. അത് എത്രത്തോളം നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നു എന്നുള്ള കാര്യം ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. ആ സബ്ജക്റ്റ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. ഇന്ന് ഈ വനിതാ ദിന ആഘോഷ പരിപാടിയിൽ നമ്മൾ 1-2 സുപ്രധാന പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സെൽഫ് ഡിഫെൻസ് വർക്ക്ഷോപ്പ്, സൈബർ ബുള്ളിങ് അവയർനെസ് ക്ലാസ്. നിങ്ങൾക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സാമൂഹ്യ ചുറ്റുപാടിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും, അതായത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പലതരം മാനസിക ശാരീരിക ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. നിരന്തരം അത്തരം വാർത്തകൾ നമ്മൾ കേൾക്കുന്നുമുണ്ട്. അത്തരം സാഹചര്യങ്ങളെ നമ്മൾ നേരിടേണ്ടത് അനിവാര്യമാണ്. അതിൽ നമ്മൾ ശക്തരാകേണ്ടതുണ്ട്, ബോധവാന്മാരാകേണ്ടതുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം എത്തരത്തിൽ നേരിടണം എന്ന് നമ്മൾക്ക് പറഞ്ഞു തരാനായിട്ട് സെൽഫ് ഡിഫെൻസ് വർക്ക്ഷോപ്പ് നയിക്കാൻ ഡൽഹി പോലീസിൻ്റെ വളരെ പ്രഗത്ഭരായ സ്പെഷ്യൽ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ സൈബർ ബുള്ളിങ് അവയർനെസ് ക്ലാസ് നയിക്കുവാനായിട്ട് നമ്മുടെ ബ്രാഞ്ചിൻ്റെ അംഗവും ക്രൈം ബ്രാഞ്ച് ASIയുമായ രാജേഷ് ഏട്ടൻ, നിങ്ങൾക്ക് എവർക്കും അറിയാം, ഏട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ ഏവരുടെയും സഹായവും സഹകരണവും സാന്നിധ്യവും ഈ പരിപാടിയിൽ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഒരുമിച്ച് നിന്നാൽ, അതുപോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ സമൂഹം, നമ്മുടെ ചുറ്റുപാടുകൾ വളരെയധികം ശക്തവും സുരക്ഷിതവും അതുപോലെ മനോഹരവുമായിരിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത്, നമ്മുടെ വനിതാ ദിന ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ജനസംസ്കൃതി കേന്ദ്ര കമ്മിറ്റി അംഗം, അതായത് ജോയിൻറ്റ് സെക്രട്ടറിയും കേന്ദ്ര വനിതാ വിങ്ങിൻ്റെ സെക്രട്ടേറിയറ്റ് ഇൻചാർജുമായിട്ടുള്ള മിസ്സസ് സുജാത PV ആണ്. മാമിനെ ഞാൻ വളരെ ആദരവോടെ സ്നേഹത്തോടെ ഉദ്ഘാടന കർമ്മങ്ങൾക്കായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ജനസംസ്കൃതി സുഹൃത്തുക്കളെ, 2026 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ഭാഗമായി ജനസംസ്കൃതിയുടെ വിവിധ ബ്രാഞ്ച് തലങ്ങളിലും കേന്ദ്രതലത്തിലും വനിതാ ദിനം കഴിഞ്ഞ ആഴ്ച ആഘോഷിച്ചതിൽ നിങ്ങൾ മിക്കവരും പങ്കെടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജനസംസ്കൃതി ഒരു പുരോഗമന സാംസ്കാരിക സംഘടന ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വനിതാ ദിനത്തിനും അതിൻ്റേതായ വ്യത്യസ്തതയുണ്ട്. അതുതന്നെയാണ് മേഘോളി ഇന്ന് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ഒരു പരിപാടിയിൽ അതിൽ കൃത്യമായി നമുക്ക് മനസ്സിലാവും. മറ്റ് സ്ഥലങ്ങളിൽ ഒരു കേക്ക് കട്ട് ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അവർ ചില ആർഭാടം കൂട്ടിക്കാണിക്കുന്ന രീതിയിലുള്ള പരിപാടികളോടെയാണ് വിവിധ സംഘടനകൾ, ഡൽഹിയിലുള്ള വിവിധ സംഘടനകൾ മഹിളാ ദിനം, അത് അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുന്നത്. നമ്മുടെ സംഘടന അതിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകളെ പുരോഗമന ആശയങ്ങൾക്ക് അടിസ്ഥാനം അതിന് അടിസ്ഥാനപരമായി സ്ത്രീകളെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു പ്രധാന കർത്തവ്യമാണ് നിറവേറ്റാൻ ശ്രമിക്കുന്നത്. 2004 ജനസംസ്കൃതി അതിൻ്റെ വനിതാ വിങ് രൂപീകരിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ കേന്ദ്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ വളരെ കുറവായിരുന്നു. ഉണ്ടായിരുന്ന സ്ത്രീകളെ അതിശക്തരായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു 2004 പറയുമ്പോൾ നിങ്ങളിൽ ചിലരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന സാമൂഹിക സാംസ്കാരിക അതുപോലെ തന്നെ നമുക്കുണ്ടായിരുന്ന ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെ കുറവായിരുന്നു. മെട്രോ ഒന്നും അത്ര ഇല്ലാത്തൊരു കാലത്ത് സ്ത്രീകളെ ബ്രാഞ്ചിൽ മാത്രമല്ല മറ്റ് കാപ്പാസയുടെ തൊട്ട് ഫരീദാബാദ് തൊട്ട് നോയിഡ വരെ
സ്ത്രീകളെ ഈ ഒരു വനിതാ വിങ് ഉണ്ടാക്കാൻ വേണ്ടി കഠിനമായി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ചില പേരുകൾ ഞാനിതിൽ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വിലാസിനി ചേച്ചി, സതി ചേച്ചി, അങ്ങനെ പറഞ്ഞ കുറച്ച് പേര്, പ്രസന്ന ചേച്ചി, ഇവരൊക്കെ നമ്മുടെ കൂടെ ഈ ഒരു മഹിളാ വിങ് കെട്ടിപ്പടുക്കാൻ വേണ്ടി കൂടെ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ ആ സമയത്ത് സ്ത്രീകളെ മുമ്പോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. സ്ത്രീകൾ ബ്രാഞ്ചുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവർ അത്രയൊന്നും മുമ്പോട്ട് വരാൻ സാധ്യതയില്ല എന്നാണ് അവർക്ക്, നിങ്ങൾക്ക് അറിയാം. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ഇരിക്കുമ്പോഴും വൈകുന്നേരം പോയി നിങ്ങൾക്ക് ചെയ്യേണ്ട ജോലികളെ കുറിച്ച്, നാളെ ഓഫീസിൽ പോകുന്നതിന് മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നിങ്ങൾ മനസ്സിലൂടെ പോയിരിക്കുക. നമുക്ക് നമ്മുടേതായ ഒരു സമയമില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ വനിതാ വിങ് രൂപീകരിക്കുക എന്നുള്ളത് ഒരു ആദ്യകാലത്ത് ഒരു വിഷമകരമായ ജോലിയായിരുന്നു. എന്നാൽ ഇങ്ങോട്ട് ഇന്ന് നമുക്ക് 18 ബ്രാഞ്ചുകളിൽ വനിതാ വിങ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം പ്രവർത്തനങ്ങളിൽ, എന്നാലും കൃത്യമായി പ്രവർത്തിക്കുന്ന 18 ബ്രാഞ്ചുകളുണ്ട്. ആ ബ്രാഞ്ചുകളിൽ വ്യത്യസ്തമായ പരിപാടികളുണ്ട്. ഈ കഴിഞ്ഞ മാർച്ച് 8-ന് വിവിധ ബ്രാഞ്ചുകളിൽ വനിതാ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ വിവിധ ചർച്ചകളും പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വനിതകളെ സംഘടിപ്പിക്കുന്നതുകൊണ്ട് സംഘടനയിൽ അന്ന് ആ സമയത്തൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ നാടകത്തിൻ്റെയൊക്കെ ഭാഗമാണ്. പണ്ട് കാലത്ത് നാടകത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളായി അഭിനയിച്ചിരുന്നത് പുരുഷന്മാരാണ്. പലരും സ്ത്രീവേഷം കെട്ടി. പിന്നെ അങ്ങോട്ട് 1-2 സ്ത്രീകളെ, ഒരു സ്ത്രീയെ തന്നെ പല നാടകങ്ങളിലും അവതരിപ്പിച്ച് നമ്മൾ ഓട്ടോയിലൊക്കെ ഒരു സ്ഥലത്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോകുന്നത്. അത് നമ്മൾ പുറത്തുനിന്ന്, നമ്മുടെ സംഘടനക്ക് പുറത്തുനിന്നുള്ള ഒരു ലീല ചേച്ചിയൊക്കെയാണ് ഞാൻ അറിയുന്ന സമയത്ത് നാടകത്തിൽ അഭിനയിച്ചത്. എന്നാൽ ഇന്നിങ്ങോട്ട് അത് കഴിഞ്ഞിങ്ങോട്ട് നമുക്ക് സ്ത്രീകളുടെ സ്വന്തമായ പുരോഗമന ആശയമുള്ള നാടകങ്ങൾ അരങ്ങേറ്റിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ സ്ത്രീകൾ മുന്നോട്ട് വരാൻ, സ്ത്രീകൾക്ക് എല്ലാ കാര്യത്തിലും മുന്നോട്ട് വരാൻ പറ്റുന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൂടാതെ സംഘടനയിലെ, നിങ്ങൾക്കറിയാം, സംഘടനയിലെ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ള ആ കാര്യത്തിൽ സ്ത്രീകളുടെ പങ്ക് പ്രധാനമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾ ഒരു കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുവരണം. പുരുഷനെ കുറച്ച് കാണുമല്ല, സ്ത്രീകളാണ് ഒരു കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞ് ചെയ്യുന്നത്. അത് സ്ത്രീയും പുരുഷനും തുല്യനീതി എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളിൽ എത്ര പേര് ആ ഒരു തുല്യനീതി വീടുകളിൽ പാലിക്കുന്നുണ്ടെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. മീൻസ് അതാണ്, അങ്ങനെ പാലിക്കുന്ന ഒരു കുടുംബത്തിന് മാത്രമാണ് സമൂഹത്തിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റം കൈവരിക്കാൻ പറ്റുക. നമ്മൾ മുമ്പോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്കറിയാം ചില തരത്തിലുള്ള നമുക്ക് അനീതികളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ജനസംസ്കൃതി പ്രധാനമായും ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ആ സംഘടനയിലെ വനിതാ വേദിക്കും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഇന്ന് നമ്മൾ ഈ വനിതാ ദിനം ആഘോഷിക്കുമ്പോഴും ലോകത്ത് യുദ്ധഭീതിയിൽ കഴിയുകയാണ്. യുദ്ധം നടക്കുമ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. നിങ്ങൾക്കറിയാം, ഇറാനിൽ ആദ്യം തന്നെ യുദ്ധം തുടങ്ങിയപ്പോൾ ഒരു സ്കൂളിലാണ് അതിൻ്റെ ആദ്യമായി അവർ നശിപ്പിച്ചത്. അതിൽ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചത്, നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ സ്ത്രീകളും കുട്ടികളും ഈ സമൂഹത്തിൽ ഏത് യുദ്ധമുണ്ടായാലും മറ്റെന്ത് കലാപങ്ങളുണ്ടായാലും ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് പിന്നെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, സ്ത്രീകൾക്കാണ് എല്ലാ റെസ്ട്രിക്ഷൻസും, എല്ലാത്തരം എന്താ പറഞ്ഞാൽ സ്ത്രീകൾ അവരുടെ സമൂഹത്തിൻ്റെ അവരുടെ വീടിൻ്റെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നത് സ്ത്രീകളാണെന്ന് പറയുമ്പോൾ ആ സ്ത്രീകളെ എങ്ങനെയാണ് സമൂഹം കാണേണ്ടതെന്ന് കുറച്ച് നമ്മുടെ സ്വന്തം അഭിപ്രായം പറയുന്ന സ്ത്രീകളെ സമൂഹം എങ്ങനെ കാണുന്നു നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അവർ താന്തോന്നിയാവും സ്വന്തം അഭിപ്രായമുള്ള സ്ത്രീകളെ. അപ്പോൾ സ്വന്തം അഭിപ്രായം ഉണ്ടാവാൻ തന്നെയാണ് തുല്യനീതി കൊണ്ട് ഉദ്ദേശിച്ചത്. അഭിപ്രായം ഉണ്ടായാലേ നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിലായാലും നമ്മുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവണം. ഏത് കാര്യത്തിലും നമുക്ക് നമ്മുടേതായ അഭിപ്രായമുണ്ട്. പക്ഷേ ആ അഭിപ്രായം ഉണ്ടാവണമെങ്കിൽ, അഭിപ്രായം അംഗീകരിക്കണമെങ്കിൽ അതിൽ പ്രത്യേകമാണ് നമ്മുടെ നമുക്ക് സാമ്പത്തികമായി നമ്മുടെ കയ്യിലും പൈസ ഉണ്ടാവുക എന്നുള്ളത്, അല്ലേ? ഒരു ജോലി ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഒരു കുടുംബത്തിനുണ്ടാവും ഡിസിഷൻ മേക്കിങ്ങിൽ. അപ്പോൾ നമ്മുടെ കാലത്തൊക്കെ കല്യാണം ഒരു അത്യാവശ്യ കാര്യമായിട്ട്, അല്ലേ? പഠിത്തം കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം. ഇന്നത്തെ കുട്ടികൾ അതിന് വ്യത്യസ്തമായിട്ട് അവർക്കൊരു ജോലി, അവർക്ക് അവരുടേതായ അംബീഷൻസ് ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ്
അവർ കല്യാണത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ അവർക്ക് സ്വന്തം കാലം നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടായ ശേഷം മാത്രം, അവർക്ക് താല്പര്യമുള്ള, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വിവാഹത്തിനെ നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യമുള്ളൂ. വിവാഹത്തിന് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമായി. വിവാഹം കഴിച്ചില്ലെങ്കിൽ വലിയൊരു ആപത്തൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ആ രീതിയിൽ കുട്ടികളെ എംപവർ ചെയ്യണം. പക്ഷെ അതേസമയം ഈ പെൺകുട്ടികളെ നമ്മൾ നന്നായി വളർത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. പെൺകുട്ടികളെക്കാളും കൂടുതൽ നമുക്ക് വളർത്തേണ്ടത് നമ്മുടെ ആൺകുട്ടികളെയാണ്. സമൂഹത്തിൽ അറിയാം, നമുക്കിപ്പോൾ പാട്രിയാർക്കി സമൂഹത്തിൽ നമുക്ക് തുല്യനീതിയൊക്കെ പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ പോലും ഉള്ള ചില കാര്യങ്ങളുണ്ട്, നമുക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മുടെ ചെറുപ്പത്തിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എളുപ്പത്തിൽ നമുക്ക് റബ്ബ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിനെ നമ്മൾ പിന്നെയും വായിക്കുക, മറ്റുള്ളവരോട് സംസാരിക്കുക. ചിലപ്പോൾ നമ്മുടെ പോയിന്റിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അവരുത്, അതിന് നല്ലതാണെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുക. അങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ മാറ്റാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു എന്താണ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു മാറ്റമാണ് ആദ്യം ആവശ്യം. അപ്പോൾ പെൺകുട്ടികൾ എന്നുള്ളത് അവരെ പോലെ തന്നെയുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെന്നും അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരെ പോലെ തന്നെയുള്ള എല്ലാ അവകാശങ്ങളുള്ള ഒരാളാണെന്നുള്ള രീതിയിൽ വളർത്തേണ്ടത് ആവശ്യമാണ്. ഇന്ന് കുറേയൊക്കെ നമ്മുടെ ജനസംസ്കൃതി കുടുംബങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള മാറ്റങ്ങൾ കാണാൻ കഴിയും. അതുകൂടാതെ നമ്മൾ ഇടപെടുന്ന സമൂഹം നോർത്ത് ഇന്ത്യൻസ് കൂടി ഉൾപ്പെട്ട ഒരു സമൂഹമാണ്. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ ഓഫീസിൽ കൊളീഗ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ മലയാളികളാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അവിടെയുള്ള അവരുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ, അയൽപക്കത്തുള്ള കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുമ്പോൾ അവരെ നമുക്ക് ചെറിയ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഡെയിലി ഉള്ള ഒരു സംസാരത്തിലൂടെ നമ്മുടെ ഒരു ആശയം അവരിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ എല്ലാവരിലും ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ ഈ സ്ത്രീകളുടെ ഒരു എന്താ പറയുക, പ്രവർത്തിക്കാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് അതിൽ പല ലിമിറ്റേഷൻസും ഉണ്ട്. നമുക്ക് എന്താ പറയുക, വീടുണ്ട്, ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികളുടെ കാര്യമെല്ലാം നമ്മുടേതാണല്ലോ ഉത്തരവാദിത്തം. അപ്പോൾ ആ ഉത്തരവാദിത്തം നമ്മുടേത് മാത്രമല്ല, നമ്മളെ പോലെ തന്നെ പുരുഷനും തുല്യ പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ആ രീതിയിൽ അവരെ സഹായിക്കുന്നവരുണ്ട്. കൂടുതൽ ആ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലും നിങ്ങളൊരു റോൾ മോഡലാവും. ലവ് മാരേജ് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ലവ് മാരേജ് ചെയ്യുന്ന സമയത്ത് അച്ഛനും അമ്മയും പറഞ്ഞു, ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു സഹായം ചെയ്യില്ല, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയി ചെയ്യണം. പിന്നെ ആ കുട്ടിക്ക് പല ബുദ്ധിമുട്ട് വന്നപ്പോഴും വീട്ടിലേക്ക് പറയാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ പലപ്പോഴും അത് നെഗറ്റീവ് മീൻസ് പറഞ്ഞാൽ അടിയാവുമോ എന്നുള്ള ഒരു ഇത് കൊണ്ട് തന്നെ പലപ്പോഴും അത് ഉള്ളിലൊതുക്കി. പിന്നെ പലപ്പോഴും അത് ഭയങ്കര ബുദ്ധിമുട്ടായി അവർക്ക്. പക്ഷെ പിന്നീട് അവർ പറഞ്ഞത് ജനസംസ്കൃതി സുഹൃത്തുക്കളായ പലരും അവരെ കൂടെ ജോലി ചെയ്യുന്നവരും മറ്റും ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് കംഫർട്ടബിളായി അവരോട് സംസാരിക്കാൻ പറ്റിയെന്നും ആ രീതിയിൽ അവരെ കുടുംബത്തിൽ തന്നെ മാറ്റം ഉണ്ടായെന്നാണ് പറഞ്ഞത്. ഒരു നല്ല എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മീൻസ് നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അടുപ്പമുള്ള ആരോടെങ്കിലും സംസാരിക്കുക. ആ ഒരു ചിലപ്പോൾ ചെറിയൊരു പ്രശ്നമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ പാട്രിയാർക്കി നമ്മുടെ മേലെ അറിയാതെ നമുക്ക് ചില പുരുഷന്മാരാണെങ്കിൽ നമ്മൾ അധികാരം അവരുടെ കയ്യിലാണ്. ഞാൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്, അല്ലെങ്കിൽ അവൾ പോകുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഉണ്ടാക്കി വെച്ച് പോയാൽ എന്താ കുഴപ്പമില്ലേ, നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. വീട്ടിലെല്ലാ കാര്യം ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. വരുന്ന ഈ ഒരു നാലാമത് പറഞ്ഞ എന്താണ്, എരിയുന്ന വയറിനൊരു ആശ്വാസം എന്നുള്ള രീതിയിലുള്ള ആ പരിപാടി വളരെ നല്ലൊരു പരിപാടിയാണ്. ഒന്നാമത് നമ്മുടെ പ്രധാനമായ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളിലൊന്നാണ് വിശപ്പ്, ഒരു ഭക്ഷണം എന്നുള്ളത്. അപ്പോൾ ആ വിശപ്പിനെ നമുക്ക് 10 പേർക്കെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കാൻ പറ്റുക എന്നുള്ളത് കൊണ്ട് നമ്മളൊരു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ സൂചനയാണ്. അത് നമ്മുടെ കുട്ടികളും കണ്ടുപഠിക്കുന്നുണ്ട്. അപ്പോൾ അത് തുടർന്ന് തന്നെ പോകട്ടെ. മറ്റ് ബ്രാഞ്ചുകളോടും നമ്മൾ ആ രീതിയിലുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്താൻ പറയുന്നുണ്ട്. ഷാലിമാർ ഗാർഡൻ അങ്ങനെയുള്ള പരിപാടിയായി മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മെഹ്റോളിയിൽ വിവിധ തരത്തിലുള്ള ചർച്ചകളും മറ്റും ഒക്കെ നടന്നു വരാറുണ്ട്. ഇപ്പോൾ നല്ല ഉഷാറായി വർക്ക് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ഇവിടെ ഉള്ളത്. പിന്നീടും തുടർന്ന് നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കും തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി നമ്മൾ ഈ ആൾറെഡി വനിതാ ദിനത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 1908 ന്യൂയോർക്കിൽ 10,000-ലേറെ വരുന്ന സ്ത്രീകൾ റോഡിലിറങ്ങി തുല്യ അവകാശത്തിന്, വോട്ടവകാശത്തിന്, കുറഞ്ഞ ജോലി സമയത്തിനൊക്കെ വേണ്ടി പൊരുതി. ആ ഒരു സമരത്തിൻ്റെ പിന്നീടുള്ള തുടർച്ചയായിട്ടാണ് ഈ ഒരു അന്താരാഷ്ട്ര വനിതാ ദിനം എന്നുള്ളത് ഒരു ആശയം വരുന്നത്. പിന്നീട് അത് 1975 ഐക്യരാഷ്ട്രസഭ അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ
അന്താരാഷ്ട്ര വനിതാ ദിനം ഇന്ന് നമ്മൾ ആഘോഷിക്കുമ്പോഴും ആഘോഷം എന്നുള്ളതിനപ്പുറം അതൊരു ആചരണമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. നമ്മൾ ഈ സമരത്തിനും തുല്യ വേതനത്തിനും വോട്ടവകാശത്തിനും വേണ്ടി സമരം ചെയ്ത നമ്മൾ ഇന്ന് നിങ്ങൾക്കറിയാം, ഇന്റർനാഷണൽ വുമൻസ് ഡേ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ കിട്ടുന്ന വിവിധ ഓൺലൈനിലും ഓഫ്ലൈനും ആയുള്ള പ്രൊഡക്റ്റുകൾ, ഈവൻ ചില നമ്മുടെ ജനസംഘത്തിന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു അവരുടെ ഓഫീസിൽ VLCCയുടെ ഒരു പാക്കേജാണ് വനിതാ ദിനത്തിന്റെ ഭാഗമായി. അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ, എല്ലാ കോർപ്പറേറ്റിലും അവർ തന്നെ കോർപ്പറേറ്റ് സെക്ടറിലുള്ള പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ള ഒറ്റൊരിത് ആണ് അവരുടെ മെയിൻ ആശയം. പക്ഷെ എന്തിനു വേണ്ടിയായിരുന്നു അന്താരാഷ്ട്ര വനിതാ ദിനം രൂപീകരിച്ചത്? നമ്മുടെ സ്ത്രീകളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം. പക്ഷെ അതിന് പിന്നോട്ട് പോകുന്നൊരു ശ്രമം ഉണ്ട്. അത് മാർക്കറ്റിന്റെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ആഗോളവൽക്കരണത്തിന്റെയാണ്. നമ്മൾ സ്ത്രീകളെ പ്രൊഡക്റ്റായി കൊണ്ടാണ് പ്രധാനമായ എല്ലാ അഡ്വർടൈസ്മെന്റും, അല്ലേ? സ്ത്രീകൾ സ്വർണ്ണം ഇട്ടാലേ സുന്ദരിയാവുള്ളൂ, അല്ലേ? സ്ത്രീകൾ മേക്കപ്പ് ഒക്കെ ചെയ്താലും മാത്രമാണ് സുന്ദരി എന്നുള്ള ഒരു ഇത് തന്നെ സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ, സുന്ദരനില്ല, അല്ലേ? സുന്ദരനായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സുന്ദരി ആയിരിക്കണം. കറുത്തതാവാൻ പാടില്ല, വെളുത്തതായിരിക്കണം. വെളുത്തില്ലെങ്കിൽ നമ്മൾ അതിന് കൃത്യമായി നമുക്ക് മാർക്കറ്റിൽ പറയുന്നുണ്ട്, വെളുക്കാൻ വേണ്ടി ഇന്ന ക്രീം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റ് നമ്മൾ അത്രയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈവൻ നമ്മളെ വെച്ചുകൊണ്ടാണ് എല്ലാ പ്രൊഡക്റ്റും അവർ, സ്ത്രീകളെ ശരീരമാണ് അവരുടെ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ്. പക്ഷെ അതിലും അത്രമാത്രമൊന്നും എതിരൊന്നും വരുന്നില്ലല്ലോ. അതിലും നമുക്കത് കംഫർട്ടബിൾ ആണ്. നമ്മൾ അതിലൊക്കെ മാറുന്ന ലോകത്തിലൊപ്പം നമ്മളും പോവുക എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറം നമ്മുടെ മൂല്യങ്ങളിൽ കുറേ മൂല്യച്യുതി വരുന്നുണ്ട് നമ്മൾ മുമ്പോട്ട്. പക്ഷെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും, പുരോഗമന ആശയങ്ങളും മുന്നോട്ട് പോകും. പക്ഷെ ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മുന്നേറ്റത്തിന് കുറച്ച് തടസ്സം ഉണ്ടാവും. നമുക്ക് അത്ര വേഗം മുമ്പോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും, എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവരും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വന്നവരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന വിദ്യാഭ്യാസം, അതുപോലെ തന്നെ നമുക്കുണ്ടായിരുന്ന സാമൂഹിക സാഹചര്യങ്ങൾ, ലൈബ്രറി, മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതൊക്കെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും വായനയ്ക്കും മറ്റും നമുക്ക് ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ ഈ ചുരുങ്ങിയ ചെറിയൊരു വീട്, അതുപോലെ തന്നെ നമ്മുടെ ചെറിയൊരു മലയാളം ക്ലാസ് പോലുള്ള കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് ഒത്തുകൂടാനുള്ള ഒരു വേദിയില്ല. അവർക്ക് നമ്മുടെ നമ്മുടെ പോലുള്ള ഒത്തുകൂടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളെ കൂടി ബാലവേദി പോലുള്ള കാര്യങ്ങളിലൂടെ കുട്ടികളെ നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു പൗരൻ അല്ലെങ്കിൽ പൗര ആക്കാനുള്ളൊരു ശ്രമം അത്യാവശ്യം നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടതാണ്. എന്താ പറഞ്ഞാൽ കുട്ടികൾ കാണുന്നത് ഇന്നത്തെ നമ്മളിപ്പോൾ ഇവിടുന്ന് കാണുന്ന പോലെ നമ്മളിലും പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും പോസിറ്റീവായതിന് എല്ലാ മാറ്റങ്ങളെയും നമ്മൾക്ക് എടുക്കാം. അതിനെ നമുക്ക് നല്ലതല്ലെന്ന് തോന്നുന്നത് തള്ളിക്കളയാനും കുട്ടികളെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ അവരുടെ ആശയങ്ങളെ തുറന്നു പറയാനുള്ള ഒരു വേദി അവർക്ക് ഉണ്ടാവണം. എന്നാലാണ് അവരെല്ലാ കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ സമൂഹത്തിന് മുന്നോട്ടായ പോക്കിന് എപ്പോഴും നമുക്ക് തുറന്നു പറയലുകൾ, അതുപോലെ തന്നെ ആശയ രൂപീകരണമൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ആ കുട്ടികളെ ബാലവേദിയിൽ വെച്ച് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തുടങ്ങിയാൽ നമുക്ക് ഇനി വരുന്ന ഒരു ജനറേഷനിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട തുല്യതയൊക്കെയുള്ള ഒരു സമൂഹം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു 2026 തീം എന്ന് പറയുന്നത്, ഐക്യരാഷ്ട്രസഭയുടെ തീം എന്ന് പറയുന്നത് റൈറ്റ്, ജസ്റ്റിസ്, ആക്ഷൻ എന്നാണ്. അപ്പോൾ നമ്മുടെ അവകാശങ്ങൾ, തുല്യത, അതുപോലെ പ്രവർത്തനം, നമുക്ക് നീതി ലഭ്യമാക്കുക എന്നുള്ളത് പ്രധാനമാണ്. നിങ്ങൾക്കറിയാം നീതി എവിടെയൊക്കെ ലഭ്യമാകുന്നുണ്ടെന്നുള്ളത്. നീതി ലഭ്യമാക്കണം. ഇപ്പം നമ്മുടെ ആക്ട്രസിൻ്റെ കേസിലൊക്കെ അവർ ആ ഒരു കോടതി മുറിയിലൊക്കെ നേരിട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളറിയാത്ത 10 കാര്യങ്ങൾ അവർ സംസാരിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വനിതാ വിങ് അങ്ങനെ സംസാരിക്കുമ്പോൾ മാത്രമാണ് അതിന് മുമ്പോട്ടുള്ളൊരു പോക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊരിക്കലും നിർത്തരുത്. ആ ഒരു പരിപാടി നിങ്ങളുടെ ഈ ഒരു സോഷ്യൽ സപ്പോർട്ട് പോലുള്ള ഒരു പരിപാടിക്ക് അതീതമായി നമ്മളെ തന്നെ മുന്നോട്ടുള്ള പോക്കിനുള്ള ഡിസ്കഷനും മറ്റും എല്ലാ ദിവസവും എല്ലാ മാസത്തിലും കൃത്യമായി നടത്തി വരിക. അതിലിപ്പം കൃത്യമായി ഹസീന ഇവിടുത്തെ ഒബ്സർവറാണ്. അപ്പം ആരെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ ഹസീന ഏർപ്പാടാക്കി തരും. അവർക്ക് പരിചയമുള്ള യൂണിവേഴ്സിറ്റിയിലും മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായി നമ്മൾ ഏകീകരിച്ചുകൊണ്ട് ഒരു പ്രവർത്തനത്തോടെ മുമ്പോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈവൻ ഒരു ബ്രാഞ്ചല്ല 3 ബ്രാഞ്ച് കൂടി കുറച്ചുകൂടി ബെറ്ററായ പരിപാടികൾ നടത്താൻ ഫ്യൂച്ചറിൽ പറ്റുവാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു
നമ്മുടെ ഈ ഒരു പരിപാടി 2026 മെഹ്റോളി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അന്താരാഷ്ട്ര വനിതാ ദിനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മാം പറഞ്ഞതുപോലെ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ മാത്രമാണ് സമൂഹത്തിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ യുക്തിഭദ്രതയോടെ ചിന്തിക്കുമ്പോൾ സ്ത്രീ പുരുഷൻ വ്യത്യാസങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങേണ്ടതാണ്, ശീലിക്കേണ്ടതാണ്. ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ തൊട്ട് നമ്മളതിനെ പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം, ആൺകുട്ടികളായാലും ഇങ്ങനെ വേണം എന്നുള്ള ആ ഒരു വ്യത്യാസങ്ങളിൽ നിന്നും മാറ്റി നിർത്തി മാം പറഞ്ഞതുപോലെ വിവാഹം എന്നുള്ളത് അവരുടെ മാത്രം അതായത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വേണ്ടി മാത്രമാണ്. ഇത്ര പ്രായം കഴിഞ്ഞാൽ ജോലി ലഭിച്ചു, അടുത്ത വിവാഹം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ളൊരു സ്ട്രാറ്റജിയിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത്. അങ്ങനെ പാടില്ല. അവർക്കത് ചൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ കുട്ടികൾക്കുണ്ടാവണം. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ചേച്ചിമാർ ഒക്കെ ജീവിച്ച ഒരു ജീവിത സാഹചര്യമായിരിക്കരുത് നമ്മുടെ അടുത്ത തലമുറയിലെ പെൺകുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്. മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം, ഭൗതിക സാഹചര്യങ്ങൾ മാത്രമല്ല, ഒരു മൂല്യ ബോധത്തിന് അടിസ്ഥിതമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ നമ്മൾ സ്ത്രീകൾക്ക് അതിയായ പങ്കുകളുണ്ട്. ഓരോ വനിതാ ദിനവും നമ്മുടെ കർത്തവ്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അടുത്തതായി മലയാളം നമ്മുടെ മാതൃഭാഷയാണ്, നമ്മുടെ അമ്മയാണ്. ജനസംസ്കൃതി ബ്രാഞ്ച് 10 മലയാളം ക്ലാസ്സുകൾ 10 വർഷങ്ങളിലായി മലയാളം ക്ലാസ്സുകൾ നടത്തി വരുന്നു. നിലവിൽ നമുക്ക് 6 മലയാളം ക്ലാസ്സുകളാണുള്ളത്. നമ്മുടെ അടുത്ത തലമുറയിലെ കുട്ടികളെ മലയാളത്തിൻ്റെ മാധുര്യവും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി കൊടുക്കുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെ മലയാള മിഷനുമായി യോജിച്ച് നമ്മൾ മലയാളം ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അംഗങ്ങൾ തന്നെയാണ് അതിലെ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. പ്രത്യേക ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രാഗൽഭ്യം നേടിയിട്ടുള്ള അവർ എല്ലാ ഞായറാഴ്ചകളിലും യാതൊരുവിധ പ്രതിഫലേച്ഛയും കൂടാതെ വളരെ നിസ്വാർത്ഥമായി തന്നെ അവരുടെ കർത്തവ്യം നടത്തിക്കൊണ്ട് പോരുകയാണ്. ഇതുവരെ നമുക്ക് 300ഓളം കുട്ടികളെ പഠിപ്പിച്ച് പാസ്സാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു വലിയ നേട്ടമായിട്ട് തന്നെ ജനസംസ്കൃതി അതിനെ കാണുന്നു. അപ്പോൾ ആ ടീച്ചേഴ്സിനെ നമ്മൾ ഒന്ന് ആദരിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Now, I am delighted to invite Mrs. Rekha Mahendra Chaudhary Ma'am to felicitate the Malayalam teachers. Ma'am, please. പേര് വിളിക്കുന്ന ക്രമത്തിൽ ടീച്ചേഴ്സ് വന്ന് അവരുടെ അംഗീകാരം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Mrs. Ajita Vijay, ടീച്ചേഴ്സ് എല്ലാം റെഡി ആയിട്ട് നിൽക്കേണ്ടതാണ്. സമയബന്ധിതമായി നമുക്ക് പരിപാടികൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. Sudha V.S. Anju Susan Bibel. Anju Susan Bibil. Mrs. Rebna Srinivas. Mrs. Sri Lakshmi Subhash. Mrs. Archana Govind.
Now, I would like to invite Mrs. Anju Susan Bibin, the convener, Mehrauli Jana Samskriti Women's Wing, to felicitate to Rekhama. At this moment, we'd like to express our heartfelt gratitude to Mrs. Rekha Mahendra Chaudhary ma'am. She generously opened the doors of this beautiful and nature-friendly space for our program without any moment of hesitation. She offered this venue so that we could gather here and celebrate this meaningful day together. Such kindness and support truly reflect the wonderful person she is. On behalf of Genesis 3 Mehrauli, we sincerely thank you, ma'am, for your warm generosity and encouragement. Ma'am, may I humbly invite you to come forward and receive the... Okay. Ma'am, please deliver the Women's Day message. आप सभी को मेरा नमस्कार और आप सभी को वुमेन्स डे की हार्दिक शुभकामनाएं, बहुत बहुत बधाई। देखिए, नारी शक्ति हमारे समाज की एक बहुत बड़ी शक्ति है और नारी बेटी के रूप में घर में खुशियां लाती है, एक बहन के रूप में स्नेह लाती है और एक बीवी के रूप में साथ देती है अपने पति का, और एक माँ के रूप में पूरे घर को संस्कार देती हैं। और नारी कमज़ोर नहीं है, बस उसे एक मजबूत, मतलब उसका हस्बैंड उसके साथ खड़ा है या उसका परिवार साथ खड़ा है तो वो कुछ भी कर सकती है। और मैं सभी मातृशक्ति से कहना चाहती हूँ कि आपके आस पड़ोस में किसी महिला के साथ जाति हो रही है तो उसका साथ दें, ना कि उसका मजाक बनाएं, क्योंकि हम एक दूसरे को जब मजबूताई देंगे तो आगे हम तभी बढ़ पाएंगे। और मैं एक चीज़ और कहना चाहती हूँ कि जिस घर में नारी का सम्मान होता है उस घर में देवताओं का वास होता है, और जिस घर में नारी का सम्मान नहीं होता है उस घर में ना तो कभी तरक्की आती है और ना बरकत आती है। तो अंत में मैं यही कहना चाहूँगी कि सभी आगे की तरफ देखें, पीछे की तरफ कभी मुड़ के ना देखें। जय हिंद, जय भारत, धन्यवाद। അടുത്തതായി ആശംസകളാണ്. ആശംസകൾ അർപ്പിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ ഹസീന PV, കേന്ദ്ര ജനസംസ്കൃതി ജോയിൻറ്റ് സെക്രട്ടറിയാണ്, നമ്മുടെ ബ്രാഞ്ച് ജനസംസ്കൃതി ബ്രാഞ്ചിൻ്റെ ഒബ്സർവറാണ്. മാം നമ്മൾക്ക് വളരെയധികം പ്രിയപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ സഹകരിക്കുന്ന ഒരു മെൻറ്ററാണ് മാം. മാം പ്ലീസ്. താങ്ക് യു. ജനസംസ്കൃതിയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ഭാഗമായാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. എനിക്ക് ഏവർക്കും അറിയാം, അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി, തുല്യവേതനത്തിന് വേണ്ടി, സമത്വത്തിന് വേണ്ടി, സാമൂഹിക നീതിക്ക് വേണ്ടിയൊക്കെ പോരാടിയ ഒരു ദീർഘകാല പോരാട്ടത്തിൻ്റെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര വനിതാ ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്. അന്നത്തെ കാലം നോക്കുമ്പോൾ അവിടെ നിന്ന് ഇന്നത്തേക്ക് നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ഇന്ന് നിങ്ങൾക്കറിയാം,
ശാസ്ത്ര മേഖലയിലാവട്ടെ, ആരോഗ്യ രംഗത്താവട്ടെ, വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ, സാമ്പത്തിക മേഖലയിലാവട്ടെ, ഏത് രീതിയിലും സ്ത്രീകൾ ഒരുപാട് മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്, അതിൽ സംശയമില്ല. പക്ഷേ എന്നിരുന്നാലും ഇനിയും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ട്. ലിംഗനീതി, സമത്വം, നമ്മളുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം, സ്ത്രീകളുടെ ശബ്ദം കേൾക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കൂടി ഒരു ദിവസമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയുന്നത്. പലപ്പോഴും പല സ്ഥലങ്ങളിലും അന്താരാഷ്ട്ര വനിതാ ദിനം ഇത്തരം സെലിബ്രേഷനുകളിലോ അല്ലെങ്കിൽ കൂടിച്ചേരലുകളിലോ ഒതുങ്ങുക എന്നുള്ള ഒരു രീതി നമുക്ക് കാണാൻ കഴിയാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ജനസംസ്കൃതിയുടെ വനിതാ വിങ് പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു സുജാ ചേച്ചി, ഈ പ്രാവശ്യത്തെ UN തീം എന്ന് പറയുന്നത് റൈറ്റ്സ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ് എന്നുള്ളതാണ്. ഓരോ പ്രാവശ്യവും ഇത്തരം തീമുകൾ എടുക്കുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് ബോധവൽക്കരണവും പ്രവർത്തനങ്ങളും നടത്തി സ്ത്രീകളെ സമൂഹത്തിൻ്റെ ഭാഗമാക്കുക, അവകാശങ്ങൾ ഉറപ്പുവരുത്തുക, മറ്റ് പൗരന്മാരെ പോലെ തന്നെയാണ് സ്ത്രീകളും എന്നുള്ളത് വീണ്ടും വീണ്ടും ഉറക്കെ പറയുക എന്നുള്ളതിൽ നമ്മളും കൂടി പ്രവർത്തിക്കേണ്ടതാണ്. എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നി. ഇപ്പോൾ മലയാളം ക്ലാസ്സിൽ മലയാളം ടീച്ചേഴ്സിനെ ആദരിച്ചു. ഇവിടെ എനിക്ക് തോന്നുന്നു മെഹ്റോളി ബ്രാഞ്ചിൻ്റെ നെടുംതൂണുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ത്രീകൾ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപാട് പേര് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണ്. ആർക്കേപുരം ബ്രാഞ്ചിൻ്റെ മലയാളം ക്ലാസ് എടുക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഓൺലൈനായിട്ട് ക്ലാസ് എടുത്തു, കാരണം സൺഡേ എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മളും ടീച്ചേഴ്സിൻ്റെ അഭാവം, കുറവ് നേരിടുന്നുണ്ട്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ മെഹ്റോളി ഒരുപാട് കാലമായിട്ട് വളരെ നല്ല രീതിയിൽ മലയാളം ക്ലാസ് നടത്തി വരുന്ന ഒരു ബ്രാഞ്ചാണ് എന്ന് കണ്ടതിൽ, അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്കറിയാം മലയാളം ടീച്ചേഴ്സിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ നടത്തുമ്പോൾ അവരും കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവുകയാണ്. ഓരോ മലയാളം ക്ലാസ് എടുക്കാനും കുട്ടികളെ മലയാളം പഠിപ്പിക്കാൻ വേണ്ടി. മലയാളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ മാതൃഭാഷയാണ്. ശ്രീനിയേട്ടൻ ഇവിടെയുണ്ട്. നിങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ വലിയൊരു പങ്ക് ശ്രീനിയേട്ടനുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അത് നോക്കൂ, ഓരോരുത്തരും വന്ന് കാണുമ്പോൾ അത് സ്ത്രീയാണ് എന്നുള്ളതിൽ ഞാൻ വീണ്ടും സന്തോഷിക്കുകയാണ്. അപ്പോൾ അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഇന്നത്തെ മഹിളാ ദിനത്തിൻ്റെ പരിപാടികളും ഇന്നലെ നിങ്ങൾ വനിതാ ദിനത്തിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എടുത്ത പ്രതിജ്ഞയുടെ ഭാഗമായി നിങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയതിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴും തുടരുന്നതിൻ്റെ ഒന്നാണ് ഇന്നലെ നിങ്ങൾ പോയിട്ട് വയറെറിയുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം എന്ന് പറയുന്ന പ്രവൃത്തിയിൽ. ഇതൊക്കെ നടത്തുക അല്ലെങ്കിൽ ഇതിനൊക്കെ ഭാഗമാകുക എന്ന് പറയുന്നത് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓരോരുത്തർക്കും വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നിങ്ങൾ കണ്ടെത്തുന്ന സമയം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വനിതാ ദിന ആശംസകൾ അർപ്പിക്കുകയാണ്. തുടർന്നും ബ്രാഞ്ച് വളരെ നല്ല രീതിയിൽ വനിതാ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും മഹിളാ വിങ് ഓരോ മാസവും ചേച്ചി പറഞ്ഞതുപോലെ ഒരുമിച്ചിരിക്കുകയും കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുകയും ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ. തുടർന്നുള്ള നിങ്ങളുടെ എല്ലാ പരിപാടിക്കും ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിക്കും. അടുത്തതായി ആശംസകൾ അർപ്പിക്കുവാനായി സെൻട്രൽ കമ്മിറ്റി അംഗം ശ്രീ ശ്രീനിവാസൻ അവരുടെ ക്ഷണിക്കുന്നു. ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കമ്മിറ്റിയുടെ പ്രിയപ്പെട്ടവരെ, ഈ വനിതാ വർക്കിംഗ് വിമൻസ് ഡേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ആരംഭിച്ചിട്ടുള്ള ഈ വനിതാ ദിനത്തിൻ്റെ ആശംസകൾ ആദ്യമായിട്ട് നേരുകയാണ്. അപ്പോൾ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി ഇതിന് തുടർച്ചയായിട്ട് സെൽഫ് ഡിഫെൻസ്, ഇങ്ങനെ സ്വയം സുരക്ഷിതരായിരിക്കാം എന്നൊക്കെയുള്ള വനിതകളെ
പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളിലൂടെ ചെയ്യുന്നുണ്ട്. സ്വയം സുരക്ഷിതരായി ആയിരിക്കുക എന്നതിനോടൊപ്പം തന്നെ നമ്മൾ സ്വയം ആശയപരമായി കൂടി സുരക്ഷിതരായിരിക്കുക, തെളിമയുള്ളവരായിരിക്കുക എന്നതും കൂടിയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹിളാ ദിനത്തിൻ്റെയും ഭാഗമായി നമ്മൾ കൊണ്ടുവരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്വയം തെളിമയുള്ളവരായി കൂടുതൽ സുരക്ഷിതരായി പുരുഷന്മാരോടൊപ്പം തന്നെ ഒരുപോലെ എല്ലാ വേദികളിലും ഒരുപോലെ തുല്യരായിരിക്കുക എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനും കൂടെയുള്ള ഒരു വേദിയാണ് ഈ പരിപാടി. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഇനി തുടർച്ചയായിട്ടുള്ള കലാപരിപാടികളുണ്ട്, അതോടൊപ്പം ഈ പറയുന്ന പരിപാടികളുണ്ട്. കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വനിതാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കാനായി നമ്മുടെ ജനസംസ്കൃതി ബ്രാഞ്ച് സെക്രട്ടറി ശ്രീ അനു പത്മനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജനസംസ്കൃതി മെഹ്റോളി യൂണിറ്റിൻ്റെ വനിതാ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വനിതാ ദിന ആഘോഷങ്ങളുടെ പങ്കെടുക്കുവാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. വളരെ സന്തോഷമുണ്ട്. ഏതാണ്ട് ഇന്നത്തെ നമ്മുടെ ഒരു പ്രോഗ്രാം നമ്മളുടെ വനിതാ വിങ്ങിൻ്റെ പ്രവർത്തകരുടെ സംഘാടനത്തിലാണ് പൂർണ്ണമായിട്ടും ഇത് നടത്തപ്പെടുന്നത്. ഇതിൽ മുമ്പ് സംസാരിച്ച ഹസീന മാം പറഞ്ഞതുപോലെ ജനസംസ്കൃതി മെഹ്റോളി യൂണിറ്റിൻ്റെ ഒരു നെടും തൂണുകളെന്ന് പറയുന്നത് നമ്മുടെ വനിതാ പ്രവർത്തകരാണ്. പിന്നെ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് സെൽഫ് ഡിഫെൻസ് വർക്ക്ഷോപ്പ് ഉണ്ട്, അതിനുശേഷം സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചൊരു ക്ലാസ് ഉണ്ട്, മറ്റ് കലാപരിപാടികളുണ്ട്. അപ്പം വനിതാ സംരക്ഷണത്തെക്കുറിച്ചും വുമൻസ് എംപവർമെൻറ്റിനെ കുറിച്ചൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ച പലരും വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾ, അതിൻ്റെ സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരാണ്. വലിയ ദൂരം നമ്മൾ ആ പോരാട്ടത്തിൽ പിന്നിടാനുള്ള ദൂരവും വളരെ വലുതാണ് എന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടായിരിക്കണം. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മൾ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ എത്രത്തോളം ആക്രമണങ്ങൾ നേരിടുന്നു എന്നുള്ള ഒരു വസ്തുത നേരത്തെ സൂചിപ്പിച്ചതാണ്. അതിൻ്റെ ഒരു കാൽവയ്പ് എന്ന നിലയിൽ നമ്മൾ സെൽഫ് ഡിഫെൻസ് വർക്ക്ഷോപ്പ്, അതുപോലെ സൈബർ ബുള്ളിങ് അവയർനെസ് ക്ലാസ്, ഇത് രണ്ടും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ ടീം സെൽഫ് ഡിഫെൻസ് വർക്ക്ഷോപ്പിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതിൽ അവർ ഇൻസ്ട്രക്ഷൻ തരുന്നത് പോലെ കാര്യങ്ങളെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Delhi police team is ready for self-defense workshop. Ma'am, please come forward. नमस्कार, हम दिल्ली पुलिस से आए हैं। मेरा नाम परिता है, मैम का नाम दिल कुमारी है। हम कुआख से आए हैं, स्पेशल पुलिस यूनिट फॉर वुमेन एंड चिल्ड्रन। नानकपुरा में हमारा ऑफिस है, 2 लाख के पास में, साउथ मोती बाग। हमारे वहाँ पे सबसे पहले महिला थाना पर है, पूरी दिल्ली पुलिस का महिला थाना वहीं पर है। उसके बाद में हमारा ऑफिस है, जहाँ पर लेडीज और महिला और बच्चों से रिलेटेड जो भी केस होते हैं पूरी दिल्ली के वहीं पर जाते हैं। उसके बाद में वहाँ पर काउंसलिंग भी होती है। अगर आपको कोई दिक्कत है तो वहाँ पे आप काउंसलिंग करा सकते हैं। ज़रूरी नहीं हम केस से रिलेटेड ही जाए, हमें अगर कोई दिक्कत है तो वहाँ पे काउंसलिंग भी होती है, तो वहाँ हम काउंसलिंग भी करवा सकते हैं। उसके बाद में हमारे वहाँ पर यूनिट है स्पूनर की, जो नॉर्थ ईस्ट से रिलेटेड जो भी केसेस होते हैं, जैसे लैंग्वेज की दिक्कत आती है तो उनके लिए स्पूनर अलग से यूनिट बनाई गई है, वो भी वहाँ पर अपनी शिकायत दर्ज करा सकते हैं। इसके बाद में हमारी सेल्फ डिफेंस की टीम आती है। सेल्फ डिफेंस हमें पूरी दिल्ली से जहाँ से भी मेल आता है, हम वहाँ पर जाके सेल्फ डिफेंस की वर्कशॉप कराते हैं, 1 दिन की रहती है जो, और
एक होती है हमारी सेल्फ डिफेंस की ट्रेनिंग, वो 10 दिन की रहती है, 1-1 घंटे की। इसके अलावा हमारे कैंप लगता है समर का और विंटर का, वो 10-12 दिन का रहता है, 2 घंटे का रहता है। इसमें 10 दिन की जब आप ट्रेनिंग लेते हो तो दिल्ली पुलिस की तरफ से सर्टिफिकेट भी दिया जाता है। सेल्फ डिफेंस में सबसे पहले क्या रहता है कि हमें ये नहीं पता रहता कि हम कैसे खुद का बचाव करें। बाहर जाते हैं तो कभी भी ये नहीं रहता कि कोई हमारे साथ मिसबिहेव करेगा तो वहाँ पर हम अटैक के लिए पहले ही रेडी होके चले। ऐसा नहीं रहता कि साथ में कुछ तैयारी करके चले, तो हम अपने शरीर का ही यूज करके अपना बचाव करते हैं। तो सबसे पहले हेल्पलाइन नंबर है, जब भी हमें पुलिस की ज़रूरत होती है तो हेल्पलाइन नंबर चाहिए। तो सबसे पहले पुलिस हेल्पलाइन नंबर 112, जब भी हमें कोई भी इमरजेंसी होती है तो 112 पे कॉल करके हम पुलिस की हेल्प ले सकते हैं। इसके अलावा महिला हेल्पलाइन नंबर है 1091, महिलाओं से रिलेटेड, यानी कई बार रहते हैं हमें ऐसी दिक्कत होती है कि हम खुल के नहीं बता पाते हैं। 112 पे कॉल करेंगे तो लेडीज़ फ़ोन उठा सकती है, जेंट्स भी उठा सकते हैं। तो अलग से नंबर बनाए गए 1091, इस पर कॉल करेंगे हमेशा लेडीज़ ही कॉल उठाएगी ताकि हम खुल के अपनी शिकायत दर्ज करा सकें और अपराधी को पूरी सज़ा मिले। फिर है चाइल्ड हेल्पलाइन नंबर 1098, बच्चों से रिलेटेड जो भी हमें शिकायत दर्ज करानी होती है 1098 पे कॉल करेंगे तो वहाँ पे तुरंत कार्रवाई की जाएगी। एक नंबर है 1096, एंटी स्टॉकिंग, कोई हमारा पीछा करता है या फ़ोन पे बार बार फ़ोन या मैसेज करता है तो उसकी शिकायत 1096 पर करेंगे। और सबसे लास्ट में है साइबर क्राइम, आजकल साइबर का ज़्यादा फ्रॉड हो रहा है तो उसके नंबर है 1930, इस पे हम अपनी शिकायत कर सकते हैं 1930। अब सेल्फ डिफेंस पे आते हैं। देखो सबसे पहले सेल्फ डिफेंस क्या है, जब तक हमें किसी से खतरा है तभी हम सेल्फ डिफेंस का यूज करेंगे। खतरा टला सेल्फ डिफेंस नहीं यूज होगा, फिर हम अटैकर हो जाएंगे। तो जितना हमें ज़रूरत है उतना ही अटैक करना है, उससे ज़्यादा हम अगर किसी पे अटैक कर रहे हैं तो उस टाइम पे हम अटैकर हो जाएंगे, हमें सज़ा मिलेगी। तो जो जितना क्राइम कर रहा है यानी जितना हमें परेशान कर रहा है उतना ही अटैक यूज करना है। ये नहीं है कि मुझे घूर के देखना था जाके आंखें फोड़ दी उसकी, तो वो सेल्फ डिफेंस में नहीं आएगा। तो सेल्फ डिफेंस में कुछ अटैक ऐसे है जैसे लोअर पार्ट पे अटैक कर रहे हैं उससे उसकी जान जा सकती है, आँख पे अटैक कर रहे हैं आँखों की दृष्टि जा सकती है, कान पे अटैक कर रहे हैं उसकी कान की सुनने की क्षमता जा सकती है। तो ये अटैक सिचुएशन ऐसी होनी चाहिए जैसे हमारी जान पे बनाई है, जान जा सकती है, या फिर कोई हमें किडनैप करने की कोशिश कर रहा है या रेप करने की कोशिश कर रहा है, उस सिचुएशन में हम वो अटैक कर सकते हैं। पर वही प्रूफ हमें करना पड़ेगा कि हमने ये सेल्फ डिफेंस में यूज किया है। अगर हम प्रूफ नहीं कर पाएंगे तो सज़ा हमें मिलेगी। तो सेल्फ डिफेंस में केवल उतना ही अटैक यूज करना है जितनी ज़रूरत है, उससे ज़्यादा नहीं करना है। तो सेल्फ डिफेंस में ये मैंने बताया कि कभी भी हम तैयारी करके नहीं चलते कि कोई हम पे अटैक करेगा या कुछ बोलेगा तो हम इससे अटैक कर देंगे। तो अपने ही शरीर के पार्ट का यूज करके हम अटैक करेंगे। तो सबसे पहले हम शरीर को 3 भागों में डिवाइड करते हैं। शोल्डर से सर तक का अपर हिस्सा है, शोल्डर से स्टमक मिडल और स्टमक से नीचे का लोअर। तो सबसे पहले अपर में शोल्डर से सर तक सॉफ्ट पार्ट क्या क्या है, जहाँ हम हल्की से भी पावर से अटैक करेंगे तो उसको ज़्यादा चोट लगेगी। हमारे गला हो गया, चिन हो गई, लिप है, आईज, नोज, ईयर, ये सभी हमारे सॉफ्ट पार्ट में आते हैं। इन पर अगर हम हल्की सी भी चोट करते हैं तो उनको चोट लगती ही लगती है और हमें वहाँ से बच के निकलने का मौका मिल जाएगा। इसके बाद में शोल्डर से स्टमक तक मिडल में हम सोलर फ्लेक्स पे कर सकते हैं, रिब्स पे, कॉलर बोन पे और शोल्डर पे अटैक कर सकते हैं। ये सभी सॉफ्ट है और ज़्यादातर सोलर फ्लेक्स सॉफ्ट पार्ट है। इस पे अगर हम हल्की सी पावर से भी करेंगे तो उसको दर्द होगा ही होगा, चाहे वो लेडीज हो या जेंट्स हो, सबके सॉफ्ट पार्ट सेम ही होते हैं। ऐसे ही सेम लोअर में स्टमक से नीचे का लोअर प्राइवेट पार्ट पे अटैक कर सकते हैं, थाई पे कर सकते हैं और सिन बोन पे हम अटैक कर सकते हैं। इसके अलावा हमारे जॉइंट है, एल्बो जॉइंट है, नी जॉइंट है, ये हमारे सॉफ्ट में भी आते हैं और हार्ड में भी आते हैं। अगर हम किसी पे अटैक कर रहे हैं तो इनसे अच्छे से लगते हैं, अगर इनको अपोजिट साइड मोड़ दिया जाएगा तो ये सॉफ्ट पार्ट में भी आएगा, ये टूट जाते हैं। तो ये हमारे शरीर के सॉफ्ट पार्ट हो गए, हम कहाँ कहाँ अटैक कर सकते हैं। तो अभी यहाँ पर अपोनेंट है नहीं कि हम उसको मार के दिखाएंगे, तो हमने अपोनेंट हमारे सामने और हमारी हाइट का मान के हम अब डेमो दिखाते हैं। अटेंशन क्लास रे, शिकोदाची पंच पोजीशन, राइट लेग राइट साइड, रेडी अप। ये पोजीशन मैम अभी के लिए ले रहे हैं और आवाज निकाल रहे हैं, ये हमारे कॉन्फिडेंस के लिए है।
हमारे ज़्यादातर क्या होता है, कोई हमारे साथ बदतमीजी करता है, एक तो हमारी आवाज़ नहीं निकलती और हमारे पैर कांपने लग जाते हैं। तो ये पैर की मजबूती के लिए केवल यहाँ पर डेमो दिखा रहे हैं, इसलिए बाहर कोई बदतमीजी करता है वहाँ पे पोजीशन नहीं लेनी है, वहाँ पर सीधा अटैक करना है। और आवाज़ निकलते हैं, इससे भी हमारा कॉन्फिडेंस बढ़ता है। कोई बोलता है हमारी आवाज़ नहीं निकलती है, लेकिन अब अगर हम आवाज़ निकालने की प्रैक्टिस करते हैं तो कोई हमारे साथ बदतमीजी करेगा तो हम जोर से आवाज़ निकालेंगे, उसका कॉन्फिडेंस डाउन जाएगा और हमारा हाई जाएगा कि हमने पलट कर उसको जवाब दिया है। सेकंड, अगर हम आवाज़ के साथ अटैक कर रहे हैं तो हमारी पावर बढ़ जाती है। और थर्ड, अगर कोई आसपास से गुजर रहा है, हम जोर से चिल्लाएंगे, कोई दूर भी है तो भी आवाज़ सुन के हमारी हेल्प के लिए आ सकता है। तो इसलिए चिल्लाना जरूरी है, आवाज़ से कॉन्फिडेंस बढ़ेगा, कोई हेल्प के लिए आएगा और अगले अपोनेंट का कॉन्फिडेंस डाउन जाता है। मिडल पंच, रेडी, 1 2 3 4। अपर पंच, रेडी, 1 2 3 4। लोअर पंच, रेडी, 1 2 3 4। बोथ हैंड कल अटैक, रेडी, 1 2 3 4। सबसे पहले हमने किया है मिडल पंच। जो नकल्स होती है वो पहले पूरा पंच बनाएंगे, देखो फर्स्ट फोल्ड, सेकंड फोल्ड और फिर थंब से लॉक लगाएंगे। और जो नकल्स है इनसे अटैक करना है। अगर हमारा थंब अंदर है तो हम टाइट पंच नहीं कर पाएंगे, या बाहर निकला हुआ है तो जब हम अटैक करते हैं तो हमारे अंगूठे को लग सकते हैं, इसलिए अंगूठे को फोल्ड करके रखेंगे ताकि नकल से अच्छे से लगे। तो पंच से जब भी अटैक कर रहे हैं नकल से कर रहे हैं, इसलिए प्रॉपर पंच और टाइट रखेंगे। अगर हल्का सा भी लूज रहेगा तो हमें ज्यादा चोट लगेगी, अपोनेंट को कम लगेगी, इसलिए टाइट पंच रखेंगे और नकल से अटैक करेंगे। सबसे पहले मिडल में क्या है, मिडल में सोलर फ्लेक्स पे मार रहे हैं, अपर में हम फेस पे नोज पे मार रहे हैं, लोअर में लोअर पार्ट पे मार रहे हैं, पर देखना सामने है। अपोनेंट की आंखों में क्या हम लोअर पे अटैक कर रहे हैं, उसने हमारे सर पे अटैक कर दिया या कुछ और अटैक करने लग गया, तो देखना उसकी तरफ है और मारना नीचे है। बोथ हैंड नकल अटैक में कोई हमारे पास में आ रहा है तो दोनों हाथों की पावर से उसको शोल्डर पे पुश कर रहे हैं और तुरंत वापस खींच रहे हैं ताकि वो पीछे गिरे तो हमें पकड़ के ना खींच ले, इसलिए जितनी तेजी से मार रहे हैं उससे डबल तेजी से वापस खींचना है। पाम चिन अटैक, रेडी, 1 2 3 4। टेम्पल अटैक, रेडी, 1 2 3 4। इसमें हम खुले हाथ से अटैक कर रहे हैं। हथेली का जो नीचे वाला हिस्सा होता है इससे उसके चिन पे मार रहे हैं। कोई अगर कुछ बोल रहा है तो यहीं से पूरी पावर से उसको मारेंगे तो दांतों के बीच में जीभ आ जाएगी उसकी। अगर पूरी पावर से मार रहे हैं तो उसका जबड़ा भी हिल जाएगा। इसके बाद में टेम्पल अटैक, जो ये हाथ की साइड वाली ब्लेड है इससे टेम्पल बोन पे मार रहे हैं, उसका सर चकरा जाएगा और हमें वहां से बच के निकलने का मौका मिल जाएगा। सेल्फ डिफेंस देखो सेकंडों का काम है, ज्यादा टाइम नहीं लगता है, हमें बस इतना टाइम चाहिए कि हम वहां से बच के भीड़ भाड़ वाले इलाके में चले जाए या पुलिस की हेल्प ले सके। ये नहीं है कि हम सीख के ये होगा कि हम फाइट कर सकते हैं, नहीं फाइट नहीं है, हमारा तो काम किया है उसका अटैक का यूज करके हम अपना बचाव कर सके। और वहाँ पर इतना टाइम नहीं मिलेगा कि हम हल्के से कर दें, अगर हमने टाइम लिया तो इतनी देर में अपोनेंट भी अलर्ट हो जाएगा और वो हमें ज़्यादा टाइट पकड़ सकता है या और अटैक कर सकता है। तो वहाँ पे बस केवल अटैक करना और वहाँ से बच के निकलना है, हमारा काम यही है। ये नहीं है कि उसके साथ फाइट करने लग जाना है, हमें अपना बचाव करके सेफ अपने घर पहुँचना रहता है, क्योंकि हर बंदे के साथ पुलिस नहीं रह सकती है, तो खुद की सेफ्टी खुद ही करेंगे तभी ठीक सही रहेगा। तो इतना है कि हम वहाँ से बचाव करके अपना सेफ घर पहुँच जाए, फिर पुलिस की हेल्प ले सकते हैं या आगे से आगे अपना अलर्ट होके चलेंगे, टाइम से निकलेंगे, यानी आगे फिर हम अपनी सुरक्षा फिर से कर सकते हैं। तो फिलहाल इतना है कि हमें वहाँ थोड़ा सा टाइम मिल जाए, हम वहाँ से बच के निकल सके। अपर फिंगर टिप्स अटैक, रेडी, 1 2 3 4। मिडल फिंगर टिप्स अटैक, रेडी, 1 2 3 4। लोअर फिंगर टिप्स अटैक, रेडी, 1 2 3 4। टू फिंगर आई अटैक, रेडी, 1 2 3 4। इसमें हम हमारे नेल्स बड़े हैं तो हम किसी को भी स्क्रैच कर सकते हैं, अगर नेल्स बड़े नहीं है तो उंगलियों की टिप्स होती है, इनसे भी हम अटैक करके अपना बचाव कर सकते हैं। अपर में हम गले पे मार सकते हैं, अपर लिप्स पे अटैक कर सकते हैं या आईज पे मार सकते हैं। इसके बाद में मिडल फिंगर टिप्स अटैक किया है, इसमें हमने आधा हाथ खोला है। जैसे हम बस मेट्रो में होते हैं, मार्केट में होते हैं, जब डिस्टेंस कम होता है, अपोनेंट बिल्कुल क्लोज खड़ा होता है, तब आधा हाथ खोल के उसके सोलर फ्लेक्स पे टिप्स से अटैक कर रहे हैं। इसके बाद में लोअर पार्ट पे टिप से अटैक कर रहे हैं।
उसके बाद में 2 फिंगर आई अटैक। 2 फिंगर आई अटैक में मैंने बताया था कि इससे हम अगर पूरी पावर से मार रहे हैं, दोनों छोटी वाली उंगलियों को अंगूठे से पकड़ रखा है, बीच में नोज आ जाती है, इसलिए उंगलियों में गैप है कि दोनों आंखों के ऊपर अटैक कर रहे हैं, तो इससे आंखें फूट सकती है। तभी सिचुएशन ऐसी होनी चाहिए कि हम इसका यूज कर सके। अदरवाइज इस अटैक का यूज करने के बजाय अपर लिप्स पे या टिप्स अटैक कर सकते हैं, हल्की चोट पहुंचानी है। तो अगर हमारी कोई जान पे बनाई है तो हम 2 फिंगर आई अटैक यूज कर सकते हैं। शॉर्ट पंच पोजीशन चेंज, फ्रंट शॉर्ट पंच रेडी 1 2 3 4, टेम्पल शॉर्ट पंच रेडी 1 2 3 4, पोजीशन चेंज, अपर साइड शॉर्ट पंच रेडी 1 2 3 4। इसमें हमने खुद के फेस का ब्लॉक करते हुए अपोनेंट के फेस पे नोज पे मार रहे हैं, वापस से खुद का ब्लॉक कर रहे हैं। इसके बाद में टेम्पल शॉर्ट पंच, ज्यादातर हम राइट हैंड से काम करते हैं, इसलिए राइट हैंड का पंच रखेंगे, क्योंकि राइट हैंड में ज्यादा पावर रहती है। राइट हैंड से हम काम करते रहते हैं ना, तो राइट हैंड में ज्यादा पावर रहती है, इसलिए राइट हैंड का पंच रखेंगे। जो छोटी वाली उंगली है इस साइड से एक हाथ से कान पे अटैक कर रहे हैं, दूसरे हाथ से कान को कवर कर रहे हैं, ताकि जो हम पावर से मार रहे हैं तो हवा दूसरे कान से न निकल पाए, तो अंदर अंदर हवा रहेगी तो कान का पर्दा फट जाएगा और वो बेहोश भी हो सकता है। इसके बाद में पोजीशन चेंज किए कि अब तक अपोनेंट सामने था, हम सामने अटैक कर रहे थे, अब अगर कोई साइड से कुछ बोल रहा है तो साइड में टर्न करने के बजाय वहीं से मार रहे हैं वापस से सामने, क्योंकि हमारा उस तरफ बैलेंस नहीं बनेगा, वो हमारा हाथ पकड़ के खींच सकता है, इसलिए मार रहे हैं उतनी ही तेजी से वापस खींचना है। उसको मारा और देखना भी है कि हम कोई कुछ बोल के निकल गए, हम किसी और को ही मार रहे हैं, तो देखना भी है कि जिसने बोला हम उसी को मार रहे हैं या वो कहीं निकल ही गया है, हम किसी और को ही मार रहे हैं। और अगर हमें ये लगता है ज्यादा लंबा है तो हम उसके यहाँ पर सोलर फ्लेक्स पे भी अटैक कर सकते हैं या थाई में भी, शोट पे भी अटैक कर सकते हैं। अपर में फेस पे नहीं जा रहे हैं तो उसके रिब्स पे भी मार सकते हैं। मिडल सुगी रेडी 1 2 3 4, चिन सुगी रेडी 1 2 3 4, टेम्पल सुगी रेडी 1 2 3 4, कॉलर बोन सुगी रेडी 1 2 3 4। सबसे पहले मिडल सुगी की है, सेम वही मिडल फिंगर टिप से अटैक किया था, डिस्टेंस कम था तब। हमें ये लगता है कि मिडल फिंगर टिप से अटैक ज्यादा अट्टा कट्टा इसको नहीं होगा, तो हम पंच बना के भी उसके सोलर फ्लेक्स पे मार सकते हैं। इसके बाद में चिन सुगी, चिन के ऊपर पंच से अटैक कर रहे हैं, वही सेम नकल से उसके चिन के ऊपर मार रहे हैं, इसमें डिस्टेंस कम है। पहले वाले में किया था पूरा हाथ खुल रहा था, अब क्लोज है तो पंच से भी उसके चिन के ऊपर मार सकते हैं, सेम वही इफेक्ट होगा। बोल रहे तो दांतों के बीच में जीभ आ जाएगी, अदरवाइज उसका जबड़ा हिल जाएगा। इसके बाद में टेम्पल सुगी, पूरा हाथ बाहर से राउंड घूम के आ रहा है, इसलिए इसको राउंड सुगी भी बोलते हैं। इससे पंच की जो नकल्स है ना, इनसे टेम्पल बोन पे अटैक हो रहा है, पूरी पावर से अटैक करेंगे, उसका पूरा सर चकरा जाएगा और हमें वहां से बच के निकलने का मौका मिल जाएगा। इसके बाद में कॉलर बोन सुगी, जो नकल्स है इससे कॉलर बोन जो ब्यूटी बोन होती है ना, इसके ऊपर अटैक कर रही है, इसे पूरी पावर से हाथ खोलेंगे और उसकी कॉलर बोन के ऊपर अटैक करेंगे। अब एल्बो से अटैक होगा, देखो एल्बो से अटैक, एल्बो हमारे हाथ का पार्ट है तो बीच में है, तो ज्यादा दूर का अटैक नहीं होगा। जब अपोनेंट ने हमें पकड़ रखा है या हमने अपोनेंट को पकड़ रखा है तब हम एल्बो से अटैक कर सकते हैं। सबसे पहले सेंट्रल एल्बो अटैक रेडी 1 2 3 4, चिन एल्बो अटैक रेडी 1 2 3 4, टेम्पल एल्बो अटैक रेडी 1 2 3 4, बैक साइड रिप्स एल्बो अटैक रेडी 1 2 3 4। अटेंशन, सबसे पहले हमारे किसी के साथ हाथापाई हो जाती है और हमने उसको झुका दिया है, तो उसकी रीढ़ की हड्डी पे एल्बो से अटैक कर रहे हैं, पूरा पंजों पे जाके और अपने एल्बो से उसके रीढ़ की हड्डी पे अटैक कर रहे हैं। इसके बाद में या तो हमने अपोनेंट को पकड़ रखा है या हम अपोनेंट ने हमें पकड़ रखा है, तो यहीं से हाथ को लाके उसके चिन के ऊपर एल्बो से अटैक कर रहे हैं। इसके अलावा अगर चिन पे नहीं कर रहे हैं तो यहीं से हाथ घुमा के उसके टेम्पल बोन पे भी अटैक कर सकते हैं। अब तक हमने जितने भी अटैक किए तो पूरी पावर से हाथ पीछे भी खींच रहे थे। अब अगर अपोनेंट आगे नहीं है, केवल पीछे पीछे है, तो जिस हाथ के एल्बो से मार रहे हैं उस हाथ का पंच रहेगा, दूसरा हाथ स्पोर्ट में
और पूरी पावर से उसके रिब्स पे मारना है। जो पीछे खड़ा है उसकी रिब्स पे मार रहे हैं और पीछे देखना भी है कि हम जिसको मार रहे हैं उसको लग रहा है या नहीं। ये थे हमारे अटैक, हम किस किस पार्ट का यूज करके कहाँ कहाँ अटैक कर रहे हैं। कोई तो अटैक हमें सिचुएशन में याद आ जाए वही अटैक हम यूज कर सकते हैं। अब ज़्यादातर क्या रहता है, कई गलती भी करते हैं और हम उसको मारते हैं तो वो भी हम पर उल्टा अटैक कर सकते हैं। तो सेम जैसे ही वो हम पे अटैक करे, जैसे शरीर को 3 भागों में डिवाइड करके हमने अटैक किया है, ऐसे ही हम खुद का ब्लॉक करेंगे। सबसे पहले अपर फेस ब्लॉक, अगर कोई सर पे अटैक कर रहा है या फेस पे पंच से या कोई भी अटैक कर रहा है तो खुद का बचाओ। अपर फेस ब्लॉक, रेडी 1 2 3 4। मिडल ब्लॉक, रेडी 1 2 3 4। लोअर ब्लॉक, रेडी 1 2 3 4। साइड ब्लॉक, रेडी 1 2 3 4। अटेंशन, अगर कोई हमारे फेस पे अटैक कर रहा है या सर पे डंडे से रोड से अटैक कर रहा है तो वहीं से नीचे से मिडल से स्टार्ट करते हुए ब्लॉक अपने फेस का बचाव करते हुए सर से ऊपर लेके जाएंगे। सर से ऊपर रहेगा और फेस से दूर रहेगा कि अगर कोई डंडे से भी वार कर रहा है तो हाथ पीछे और नीचे हो तब भी हमारे सर पे चोट न लग सके। और पंच का रुख बाहर की तरफ रखेंगे, पंच ऊपर रहेगा, एल्बो नीचे, इस 45 डिग्री का एंगल रखेंगे क्योंकि बाहर की तरफ मांस है। अगर कोई डंडे से भी अटैक कर रहा है तो मांस फटेगा, हड्डी नहीं टूटेगी और एक जगह लगने के बाद में वो स्लिप हो जाएगा। तो एक जगह पूरी पावर से नहीं लगेगी तो चोट भी डिवाइड हो जाएगी, इतनी पावर से हमें अटैक नहीं होगा। इसके बाद में मिडल में कोई हमें अटैक कर रहा है तो मिडल का बचाव करके उसको अपने शरीर से बाहर निकाल रहे हैं कि कोई अटैक कर रहा है तो अपने शरीर से बाहर करने के बाद में हाथ को रोक रहे हैं। ऐसे ही सेम अगर कोई लोअर पार्ट पे अटैक कर रहा है तो शोल्डर से पूरा मिडल तक का ब्लॉक करते हुए उसको लोअर तक ब्लॉक करते हुए अपने शरीर से बाहर निकालना है। ऐसे ही अगर कोई साइड से अटैक कर रहा है तो पूरा फेस का ब्लॉक करते हुए साइड में अपना ब्लॉक करेंगे, पूरा हाथ ये सीधा रखेंगे और जिस साइड का ब्लॉक कर रहे हैं उस साइड देखना भी है। अब पैर से ज्यादातर रहता है कि हाथ पकड़ लेते हैं तो हम पैर से भी अटैक करके खुद का बचाव कर सकते हैं। जेंसु कुदाची ब्लॉक गार्ड पोजीशन, रेडी अप, फ्रंट किक, रेडी 1 2 3 4। लेग पोजीशन चेंज, लोअर किक, रेडी 1 2 3 4। हाइको जाती पोजीशन, रेडी अप, माहिजा, रेडी 1 2 3 4। अटेंशन, ज्यादातर क्या रहता है, कई बार होता है कि कोई हमारा हाथ पकड़ लेता है या हम भी हाथ का यूज करने के बजाय पैर से मारना पसंद करते हैं कि भाई दूर से ही रोक ले। तो सबसे पहले फ्रंट किक। फ्रंट किक में देखो पहले जितना पैर उठ रहा है उतना उठाना है और उसके बाद में जो शूज की तली है ना उससे पुश कर रहे हैं, जहां तक ऊपर जा रहा है, लोअर पार्ट तक जा रहा है, स्टमक तक जा रहा है, चेस्ट तक जा रहा है या फेस तक, जहां तक भी जा रहा है वहीं तक उठाना है और पूरी पावर से मारना है, वापिस से पैर पीछे और बैलेंस बना के रखना। और फेस का गार्ड रखेंगे कि वो हमारे फेस पे अटैक न कर सके, इसलिए फेस का ब्लॉक रखते हुए हम किक कर रहे हैं। इसके बाद में लोअर किक, जो हमारे पैर के शूज बांधते हैं, शूज की लेस बांधते हैं ना, उस वाले हिस्से से पंजे को डाउन रखते हुए जहाँ शूज की लेस बनती है उस वाले हिस्से से हम लोअर पार्ट पे अटैक कर रहे हैं। इसमें ये नहीं कि लोअर पार्ट यहीं तक है तो यहीं तक अटैक करेंगे, नहीं, पूरा ऊपर तक लेके जाएंगे। जिससे क्या होगा, हम जितनी पावर लगा रहे हैं उतनी पावर से उसको चोट लगेगी। इसके बाद में माहिजा, कोई हमें परेशान कर रहा है तो उसको बाल से, कान से, कॉलर से जैसे भी पकड़ में आ रहा है उसको पकड़ के पूरा डाउन करते हुए उसको नी पे लाके मारना है। दोनों हाथों की पावर से उसको पकड़ के नी पे मारते हैं। ये हमारा बेसिक था कि हम कैसे कैसे अटैक कर सकते हैं किसी को। अब टेक्निक है, जैसे कोई हमारा हाथ पकड़ ले तो कैसे छुड़ाएंगे। सबसे पहले कोई भी हाथ पकड़ता है तो क्या होता है कि कई बार रहता है हमें पता चल जाता है कि ये हमारा हाथ पकड़ रहा है, तो क्या होगा, अगर कोई हमारा हाथ पकड़ रहा है तो अगर हमें पता चल जाता है तो हाथ को टर्न कर लेंगे। क्या करेंगे, जब कोई हमारा हाथ पकड़ रहा है तो क्या करेंगे, हाथ को टर्न कर लेंगे, यानी पंच को ऊपर की तरफ रखेंगे, मुट्ठी का रुख, और यहीं से झटके के साथ शोल्डर की पावर से, एल्बो की पावर से साइड में खींच लेंगे, यहीं से हाथ को खींच लेंगे तो आराम से छूट जाएगा, क्योंकि इधर की तरफ गैप है।
इस साइड से गैप है और हम एल्बो की पावर से हाथ को साइड में खींच सकते हैं। लेकिन अगर किसी ने हाथ पकड़ा और हमें नहीं पता चलता है तो हाथ नॉर्मल रहता है। अब देखो मेरा मुट्ठी का रुख नीचे की तरफ है, अब मैं हाथ को नहीं छुड़ा पाऊंगी ऐसे, क्योंकि एल्बो की पावर नहीं लग रही है मेरी, यहाँ से हाथ नहीं मुड़ पाएगा। तो यहाँ से हम ऐसे नहीं छुड़ा सकते। फिर क्या करेंगे, यहीं से हाथ को, देखो मैडम ने मेरा हाथ पकड़ा है तो मैडम आगे बढ़ी है ना पकड़ने के लिए, सेम मैं बचने के लिए पैर पीछे किया है ताकि मैं अपना बचाव कर सकूं। तो यहीं से क्या करेंगे, अपने हाथ को अपने क्लोज लेके आएंगे, यहीं से हाथ को ऊपर खींचेंगे, अपने क्लोज लेके आएंगे, थोड़ा डिस्टेंस बढ़ेगा, मैडम आगे की तरफ झुका हुआ है और मैं अपने पास में लेके आई हूँ। यहीं से हाथ को खोलेंगे और जो कलाई है ना यहाँ पर दबाव डालेंगे और दोनों हाथों की पावर से यहीं से उसको पुश कर देंगे। इससे क्या होगा, हम जब कलाई के ऊपर दबाव डाल रहे हैं तो वहीं से थम्स थोड़ा लूज हो जाता है, पकड़ लूज हो जाती है, उस पर कलाई पे दबाव पड़ता है और दोनों हाथों की पावर से हम उससे हाथ को छुड़ा सकते हैं। अब अगर कोई दोनों हाथों से पकड़ ले, यहीं से कोई दोनों हाथों से हाथ को पकड़ ले तो क्या करेंगे, पहले दोनों हाथों को पूरी पावर से मिलाएंगे और यहीं से झटके से ऊपर खींचेंगे। यहीं से क्या करना है, क्योंकि देखो नीचे की तरफ 8 उंगली है, ऊपर की तरफ 2 उंगली है, ऊपर से छुड़ाना आसान है। यहीं से पूरी पावर से ऊपर की तरफ खींचेंगे तो आराम से खींच जाएगा। अगर कोई हाथ न मिलाने दे, अगर हाथ पकड़ लिया, हम हाथ मिलाए, हाथ में मिलाने दे तो क्या करना है, यहीं से हाथ को घुमाते हुए उसके हाथ को कलाई से पकड़ लेना है और बाहर की तरफ वो भी पावर लगा रहा है, हम भी थोड़ी सी पावर लगाएंगे और यहीं से नी अटैक करते हैं। अगर कोई सिंगल हाथ को दोनों हाथों से पकड़ रहा है तो यहीं से नीचे की तरफ हाथ उंगलियां, ऊपर की तरफ 2 मुख है, ऊपर से छुड़ाना आसान है। तो ऊपर से हाथ जब लेके जाएंगे ना तो यहीं पर उसकी जो कलाई है, ऊपर वाला जो हाथ है, यहीं पर उसके हाथ पे दबाव डालेंगे तो यहाँ पर पकड़ ऊपर वाले हाथ भी लूज हो जाएगी। यहीं से थोड़ा लूज हुआ, झटके से ऊपर खींचेंगे तो आराम से छूट जाएगा। यहाँ पर अगर हमें चाहे तो अटैक भी कर सकते हैं। यहाँ पर अगर हम चाहते हैं कि भाई अटैक करना जरूरी है तो जब हम हाथ छुड़ा रहे हैं पावर से तो यहीं से हैमर अटैक कर सकते हैं या दोनों हाथों से टेम्पल अटैक कर सकते हैं। अगर जरूरत है तो टेम्पल शॉर्ट पंच भी कर सकते हैं, जो पंच बना के बताया था ना वो भी अटैक कर सकता है, या टेम्पल बोन पे केवल हाथ की ब्लेड से भी अटैक कर सकते हैं। अगर हमें जरूरत लग रही है तो कि ये हमारे पीछे आ सकता है, काफी दूर है, ये फिर ना पकड़ ले, तो इसलिए क्या कर सकते हैं, सिचुएशन अगर ऐसी लग रही है तो टेम्पल पे अटैक करके भी अपना बचाव करके वहां से निकल सकते हैं। ज़्यादातर क्या रहता है, हम बस मेट्रो में सफ़र करते हैं तो सीट मिल जाती है तब भी हम आराम से बैठ के सफ़र कर लेते हैं, और कई बार क्या रहता है सीट नहीं मिलती है तो हम खड़े होके करते हैं, तो उसमें भी हमारे साथ बदतमीजी करते रहते हैं। तो सबसे पहले अगर बस में बैठे हुए हैं तब कोई हमारे साथ बदतमीजी करता है, कोई पैर से पैर टच कर रहा है या कोनी लगा रहा है, तो उस टाइम हमारे पास सेफ्टी पिन होती है, सेफ्टी पिन लेके बैठ जाइए। अगर वो एल्बो लेके आ रहा है अपने आप सेफ्टी पिन चिप जाएगी। ज़्यादा परेशान कर रहा है पेन, उसकी थाई में मार दीजिए, क्योंकि पहले देखो हम बोलते हैं लेकिन नहीं मानते, कई बदतमीज रहते हैं, बोलने के बाद भी नहीं मानते हैं, तो हम अपना बचाव तो देखो करना ही है। तो सेफ्टी पिन है तो वो लगा लीजिए, या पेन है तो पेन से भी हम अटैक कर सकते हैं। अब देखो क्या क्या सिचुएशन रहती है, जब हम बस में खड़े रहते हैं तो क्या होता है, हाथ से हाथ टच करते रहते हैं, बस का डंडा पकड़ा है, बार बार हाथ लाते हैं, टच करते हैं, फिर वापस ऐसे होता है ना। बोलने के बाद में भी मैडम भीड़ रहता है, तो क्या करना है, बस का डंडा छोड़ना है। यहीं से हमने बताया था बैक साइड रिप्स एल्बो अटैक, तो कोई अगर हाथ से हाथ टच कर रहा है, मना करने के बाद में भी नहीं मानता है, तो बस का डंडा छोड़ के वहीं आगे, क्योंकि आगे भीड़ है, आगे जगह रहती तो हम आगे चले जाते हैं, तो वहीं से बस का डंडा छोड़ा, थोड़ा आगे हाथ किया, टाइट पंच बना के दूसरे हाथ को पूरी पावर से उसके रिब्स पे अटैक करना है। अभी हमने जब बेसिक में किया था ना बैक साइड रिप्स एल्बो अटैक, वहीं से उसको पूरी पावर से उसकी रिब्स पे मारना है। सेकंड, अगर कोई आपकी कमर पे टच करे तो जो आपका हाथ फ्री है उस हाथ से उसके हाथ को पकड़ेंगे और अपने स्टमक से दूर करते हुए आगे की तरफ खींचेंगे और यहीं से बैक साइड टेम्पल एल्बो अटैक करेंगे। पूरी पावर से लाके उसके टेम्पल पे मारना है। ज्यादातर क्या रहता है कि ऊपर तो कोई देख लेगा, नीचे नीचे पैर से पैर टच करते रहते हैं। अगर हमने हील पहन रखी है तो उसके पंजों पे पूरा खड़े हो जाओ। अगर हमने हील नहीं पहन रखी है तो कोई भी चप्पल हो, शूज हो, जो भी रहते हैं, तो साइड वाली ब्लेड उसकी मजबूत रहती है, ठीक हम कैसी चप्पल पहनो। तो बस का डंडा हमने पकड़ रखा है, वहीं
ठीक है सिंगल हाथ से ले आएंगे। अगर नहीं लग रहा है कि सिंगल हाथ से खींच सकते हैं तो दोनों हाथों की पावर से उसको आगे लेके आएंगे और खुद को दूर करना है उससे, क्लोज नहीं खड़े रहेंगे। फिर साइड में जगह है, जो सीट के साइड में रहती है ना, तो उधर की साइड पैर खोल के रखेंगे और इनसे हम अटैक कर सकते हैं। जो भी अटैक याद आते हैं, थप्पड़, पंच, एल्बो, उससे हम अटैक करके खुद का बचाव कर सकते हैं।